നാഥൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ചിന്ത ക്രിസ്തുവിൻ്റെ ആളത്വം. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം, മനുഷ്യപുത്രൻ ആരെന്ന് ആളുകൾ പറയുന്നു. ഈ ചോദ്യം ഇന്നും നമ്മോട് ചോദിക്കപ്പെടുകയാണ്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ യേശു ആരാണ് എന്ന് ശിഷ്യന്മാർ പറയുന്നത്, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നാണ്. ലോകം യേശുവിനെ ഒരു നല്ല മനുഷ്യനായി, ഒരു മഹാനായ ഗുരുവായി, ഒരു പ്രവാചകനായി കാണുന്നു. എന്നാൽ യേശു വ്യക്തിപരമായി ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നാണ്. പ്രിയരെ, ഈ കാലഘട്ടത്തിൽ ഈ ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ്. സഭ എന്തു പറയുന്നു എന്നല്ല, കുടുംബം എന്തു ചിന്തിക്കുന്നു എന്നല്ല, ലോകം എന്ത് ചോദിക്കും എന്നുള്ളതല്ല, നാം എന്ത് വിശ്വസിക്കുന്നു. ഇതാണ് വിശ്വാസത്തിൻ്റെ ആഴം. ഇവിടെയാണ് പത്രോസിൻ്റെ പ്രഖ്യാപനം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇത് വെറും ബുദ്ധിപരമായ മറുപടിയല്ല, ഇത് സ്വർഗീയമായ ഒരു വെളിപ്പെടുത്തലാണ്. യഥാർത്ഥ വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. യേശു തുടർന്ന് പറയുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറ എന്താണ്? യേശുക്രിസ്തുവാണ് ദൈവത്തിന് എന്നുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിൽ പണിയുന്ന ജീവിതങ്ങൾ വീഴുകയില്ല, കുലുങ്ങുകയില്ല, നശിക്കുകയില്ല. കാരണം അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് ദിവസേനയുള്ള കൂട്ടായ്മയിലൂടെയാണ്, സമർപ്പിതമായ ജീവിത അനുഭവങ്ങളിലൂടെയാണ്. ഇത് ജീവനുള്ള ബന്ധമാണ്. പ്രിയരെ, നമുക്ക് സ്വയം ചോദിക്കാം, യേശുവെ, ഞാൻ നിന്നെ ആരെന്ന് വിശ്വസിക്കുന്നു? വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെയും നമ്മുടെ ജീവിത സാക്ഷ്യങ്ങളിലൂടെയും ആയിത്തീരട്ടെ. യേശു എന്ന കർത്താവും രക്ഷിതാവുമാണ്. സഹോദരങ്ങളെ, ലോകങ്ങൾ മാറും, മനുഷ്യർ മാറും, സാഹചര്യങ്ങൾ മാറ്റപ്പെടാം. എന്നാൽ ക്രിസ്തുവിൽ പണിത ജീവിതം ഒരിക്കലും തകർന്നു പോകില്ല. അവനിൽ ഉറച്ച് നിൽക്കും. അവൻ്റെ ആളത്വത്തിലേക്ക് ഈ നാളുകളിൽ നമുക്ക് പ്രവേശിക്കാം. അവനെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി കാണാം. ഈ നോമ്പ് നാളുകളിലെ പ്രാർത്ഥനകളും ധ്യാനവും അവൻ്റെ ആളത്വത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയുന്ന അനുഭവങ്ങളായി രൂപപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നാളുകളിൽ യഥാർത്ഥമായി നീ ആരെന്നുള്ള ബോധ്യത്തിലേക്ക് എന്നെ വഴി നടത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.